ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരിയൊക്കെ ഉടുത്ത് എല്ലാം ഫുള്ള് കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ടായിരിക്കുമല്ലോ കാണുന്നത്. സോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ബാക്ക് പ്രോസസ്സുകളാണ് ഇന്നിവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന വിഷുവിൻ്റെ ഈസ്റ്ററിൻ്റെ ഒക്കെ കളക്ഷൻസിൻ്റെ ഷൂട്ടാണ് ഇവിടെ നടക്കുന്നത്. സോ നമ്മൾ സ്പെഷ്യലി ഒരു സ്റ്റുഡിയോയിൽ വന്നേക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഇപ്പം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിസൈനർ അഞ്ജുഷ നമ്മുടെ വിഷു കളക്ഷനൊക്കെ ആയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ മോഡൽസ് ഒക്കെ അവർ ഇപ്പോഴും മേക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിലത്തെ കളക്ഷൻസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റണ്ണിങ് ഫാബ്രിക്സിലാണല്ലോ, അതുപോലെ തന്നെ സെറ്റ് സാരിയിലായാലും ഒപ്പം തന്നെ ഫാൻസി സാരീസിലായാലും പുതിയ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഷൂട്ടിനുള്ള പ്രോസസ്സാണ് ഇപ്പം നടക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും എല്ലാം ഔട്ട് മാത്രം കണ്ടാൽ പോലെ ഇതിൻ്റെ ബാക്ക് പ്രോസസ്സുകളൊക്കെ കാണണ്ടേ. സോ നമ്മൾ ഓരോന്നായിട്ട് കാണിച്ചു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. സോ നമ്മുടെ വിഷു ഈസ്റ്റർ ഷൂട്ടിൻ്റെ ആണ് ഈ വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈറ്റിങ്ങും കാര്യങ്ങളും ബാക്ക് ഡ്രോപ്പ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് സെക്ഷനിൽ നമ്മൾ 4 സെറ്റ് ഔട്ട്ഫിറ്റാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹോണർ ഏജൻസിയിൽ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മളൊരു മെയിൽ മോഡലിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റണ്ണിങ് ഫാബ്രിക്സ് ഷർട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ബോട്ടത്തിന് ലിനൻ പോലത്തെ ഫാബ്രിക്സ് എല്ലാം സ്റ്റോക്കിലുണ്ട് എന്നുള്ളതും കാണിക്കാൻ ബേസിലാണ് ഈ ഒരു കളക്ഷൻസ് എല്ലാം നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ്ലി നമ്മൾ വിഷു റിലേറ്റഡ് ആയതുകൊണ്ട് യെല്ലോ ഗോൾഡ് വൈറ്റ് ഈ ഒരു തീം ബേസിലാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു കേരള ട്രഡീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലോട്ടസിന്റെ കോമ്പിനേഷനും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 കളർ തീമും 4 കളർ ബേസിലാണ് നമ്മുടെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. റണ്ണിങ് ഫാബ്രിക്സ് മൾട്ടി യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്കേർട്ട്, ബ്ലൗസ്, ഷോള്, സാരി അതേപോലെ തന്നെ മെൻസിന്റെ വെയേഴ്സിനും കൂടെ സ്യൂട്ടബിൾ ആവുന്ന പോലെയാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അന്വേഷിപ്പ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ഒരു ഔട്ട്ഫിറ്റിന്റെ റണ്ണിങ് സെക്ഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതിന്റെ ഒരു ചെറിയൊരു ഫ്രോക്ക് പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫിനിഷിംഗ് വർക്കും കൂടി ഉണ്ട്, കട്ട് വർക്കിന്റെ ആയിരുന്നു. സോ ആ ഫൈനൽ വർക്കും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. സോ ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഷൂട്ടിന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സെറ്റ് സാരിയാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മഞ്ജുളയാണ് നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാം നമ്മുടെ കഴിഞ്ഞു പോയ നമ്മുടെ ഷൂട്ടിന്റെ ഒക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത മഞ്ജുളയായിരുന്നു. സോ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മോഡൽ അതിലെയാണ് ഇതിന് നമ്മൾക്ക് എല്ലാം ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. സോ ഈ ഒരു മേക്കപ്പ് നമ്മൾ മെയിൻലി നമ്മൾ ഒരു ട്രഡീഷണൽ രീതിയിൽ ആ ഒരു കേരള ടച്ചൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ അതിലെന്നെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വേറെയും 2 ഫീമെയിൽ മോഡൽസ് ഉണ്ട്. ആള് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മുടെ ഷൂട്ടൊക്കെ ചെയ്യുന്ന ഫീമെയിൽസ് മോഡലിനെ വെച്ച് മാത്രമാണല്ലോ. സോ ഇപ്രാവശ്യം നമുക്കൊരു മെയിൽ മോഡലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആളെയും കൂടി ഒന്ന് പരിചയപ്പെടാം. സോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ താരം. ആളുടെ പേര് സച്ചിൻ എന്നാണ്. നമ്മൾ എപ്പോഴും ഫീമെയിൽസ് മോഡൽസിനെ വെച്ചിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ദിസ് ടൈം ഫസ്റ്റ് ആയിട്ടാണ് നമ്മളൊരു മെയിൽ മോഡലിനെ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആള് ഫസ്റ്റ് ഷൂട്ടിനായിട്ടുള്ള പ്രിപ്പറേഷൻസിനും അതുപോലെ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഷു ഷൂട്ടിന്റെ ഡീറ്റെയിൽസ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ മോഡൽസിനെ റെഡി ആക്കുന്നതും നമ്മൾ ബാക്ക് ഡ്രോപ്പും കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതും അത് സ്റ്റൈൽ ചെയ്യുന്നതും ഇതിന്റെ ഡ്രേപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കറക്ഷൻസ് ഉള്ളത് നമ്മൾ ടൈറ്റും ലൂസും ഒക്കെ ആക്കുന്ന ഔട്ട്ഫിറ്റ് അല്ല. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കുറച്ച് ഫാബ്രിക്സ് മാത്രമാണ് ഈ ഒരു ഷൂട്ടിനെ ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പുതിയ സച്ചിന്റെ മോഡലിന്റെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാഫ് ഡൈ ചെയ്തതിൽ ഒരു 3 കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഔട്ട്ഫിറ്റ് ചെയ്തതിൽ ഒരു 3 കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാത്തിലും എല്ലാ കളക്ഷൻസിലും ഉണ്ട്. ഈ ഫുൾ കളക്ഷൻസിന്റെ വിഷുവും റണ്ണിങ് സെക്ഷന്റെ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് കൂടാതെ ആ ഒരു പെയറിന്റെ ഷൂട്ട് വന്നിട്ടുള്ളതിൽ നമ്മൾ സാരി ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റണ്ണിങ് ഫാബ്രിക്സ് ആണ്. അതിന് ചെറിയൊരു ഫിനിഷിംഗ് വർക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ കൂടാതെ നമുക്കൊരു 3-4 ഫ്ലവേഴ്സിന്റെ ഡിസൈൻസ് കൂടെ നമ്മൾ ഈ ഒരു കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ഇതൊരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടൺ ഫാബ്രിക്സ് ആണ് മെയിൻ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ടൈബിൾ ആയതുകൊണ്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒക്കേഷൻസിന് യൂസ് ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഡൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിഷുവിന് നമ്മൾ ഈ പ്രാവശ്യത്തെ ഷൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമ്മുടെ 2 യുണീക്ക് ഡിസൈൻസ് ആണ്. ഒന്നിന് നമ്മൾ നളിനി എന്നാണ് പേര് കൊടുത്തേക്കുന്നത്, ഒന്ന് വന്നിട്ട് ഭദ്ര എന്ന്. രണ്ട് ഡിഫറെന്റ് പാറ്റേണിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് വന്നിട്ട് കംപ്ലീറ്റ്ലി പ്രിന്റഡ് ആയിട്ട് 4 ഡിസൈനിൽ. അതിൽ നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് 3 മോഡൽസിലായിട്ട് 3 ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഭദ്ര വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് എംബ്രോയിഡറിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. രണ്ടും കോട്ടൺ ബേസിലാണ് വന്നേക്കുന്നത്. ആൻഡ് ഡീറ്റെയിലിംഗ് വന്നിട്ട് ഭദ്രയിൽ വരുന്ന ഒരു ഫയർ തീമിൽ വരുന്ന എംബ്രോയിഡറി വർക്കാണ്. 4 കളേഴ്സിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാരിയുടെ ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്.
ഈ ഒരു ഷൂട്ടിന് നമ്മൾ ഈ ഒരു 2 ഡിസൈൻ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ രണ്ട് ഡിസൈനിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്ന പ്രിന്റ്സ്, അതായത് യൂഷ്വലി കാണുന്നതിനകത്ത് നിന്നും ഈ വർഷം നമ്മൾ നമ്മുടെ റണ്ണിങ് ഫാബ്രിക്സിലാണെങ്കിലും കേരള സാരീസിലാണെങ്കിലും കൂടുതലും പ്രിന്റും എംബ്രോയിഡറിയും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിന്റ് സെലക്ട് ചെയ്തേക്കുന്നത്. നളിനിയിലാണ് നമ്മൾ ആ ഒരു പ്രിന്റ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റിൽ ഒരു ബോർഡർ പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തിട്ട് ആ ഒരു പാറ്റേണോട് കൂടി വരുന്ന സാരിയിലേക്ക് പ്രിന്റ് അപ്ലൈ ചെയ്യാണ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ്ലി പ്രിന്റഡ് ആയിട്ട് കോട്ടണിൽ വന്നേക്കുന്ന സാരിയാണ്. ഡീറ്റെയിൽസിന്റെ കൂടെ നമുക്ക് സാരി ഡീറ്റെയിൽസും കൂടി നോക്കാം. നമ്മുടെ പ്രീമിയം സാരിയിൽ നമ്മൾ ഈ ഒരു കളക്ഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഷൂട്ടിനായിട്ട് ടോട്ടൽ 4 സാരീസാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. 2 ഈസ്റ്റർ കളക്ഷനും അതുപോലെ തന്നെ 2 വിഷു കളക്ഷനുമാണ്. സോ വിഷു കളക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഈ ഒരു റെഡ് സാരിയാണ്. ഇതിന്റെ ബേസ് വരുന്നതെന്ന് വെച്ചാൽ ചന്തേരിയാണ്. ചന്തേരിയിൽ നമ്മൾ ടിഷ്യൂ വീവിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ഈ ഒരു റെഡ് കളർ കൂടാണ്ട് നമുക്ക് വേറെ 4 ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സിമിലർ ആയിട്ടുള്ള പാറ്റേണോട് ചേർന്ന് തന്നെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ സെക്കൻഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ചന്തേരി സാരിയാണ്. ഇതിലും നമ്മൾ ചന്തേരിയിൽ ഒരു ടിഷ്യൂ വീവിങ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നമ്മൾ സാരീനെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നിർത്തിയിട്ട് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ ബോർഡറിലായിട്ടാണ്. ബോഡിയിൽ ഫുള്ള് നമ്മളൊരു ഹോറിസോണ്ടൽ പാറ്റേണും അതുപോലെ തന്നെ ബോർഡറിലായിട്ട് നമ്മളൊരു മൾട്ടി കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഓഫ് വൈറ്റ് ചന്തേരി സാരിയിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അതിനകത്ത് നമ്മളൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് രണ്ടുമാണ് നമ്മൾ വിഷു കളക്ഷനായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വിഷുവിൽ തന്നെ കുറച്ച് ഫാൻസി ആയിട്ടുള്ള കാറ്റഗറി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് വരുന്നത് നമ്മുടെ ഈസ്റ്റർ കളക്ഷനാണ്. ഈസ്റ്റർ കളക്ഷനകത്ത് നമ്മൾ 2 സാരിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോട്ടാക്ട് ടിഷ്യൂവിൽ വരുന്ന സാരിയാണ്. ഫുൾ ബോഡിയിൽ നമ്മൾ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സാരിയുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പല്ലുവാണ്. പല്ലുവിൽ നമ്മൾ ഡിജിറ്റൽ പാറ്റേണോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ഫ്ലോറലും അതുപോലെ തന്നെ നമ്മൾ ബേർഡ്സിന്റെ ഒക്കെ ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ സാരിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ തന്നെ നമുക്ക് വേറെയും ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആവുന്നുണ്ട്. ബേസ് വരുന്നത് ഓഫ് വൈറ്റ് ആണ്, പക്ഷെ നമ്മൾ ആ ഒരു ഡിജിറ്റൽ പാറ്റേണിൽ നമ്മൾ ഒരുപാട് കളർ ഓപ്ഷൻസ് ട്രൈ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലാസ്റ്റ് സാരി നമ്മുടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ ബേസിലായിട്ട് വരുന്ന സാരിയാണ്. ഇതിൽ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഗോട്ടാപ്പട്ടിയുടെ ഡിസൈൻ, ഒരു മാംഗോ പാറ്റേൺ ആണ്. അതിനകത്ത് നമ്മൾ ഗോട്ടാപ്പട്ടിയും അതുപോലെ തന്നെ ബീഡ് വർക്ക്സും ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് ഒരു യൂസ് ചെയ്തിരുന്ന ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽസിൽ വരുന്ന ഒരു ബനാറസി കളക്ഷൻ ആണ്. ആ ഒരു ബനാറസി ബ്രൊക്കേഡോട് കൂടിയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് നമ്മൾ ഇതിനകത്ത് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസ് തന്നെ യൂസ് ചെയ്യണം എന്നില്ല. നമുക്ക് ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലത്തെ കോൺട്രാസ്റ്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൗസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് മാത്രമല്ല നമ്മുടെ ഈസ്റ്റർ കളക്ഷൻസ് വരുന്നത്. നമ്മൾ ഷൂട്ടിനകത്ത് ടോട്ടൽ 4 സാരീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ആണ് നമ്മുടെ പ്രീമിയം സെക്ഷനിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. മെയിൻലി നമ്മൾ ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ കോട്ട സാരിയിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. കോട്ടയിൽ നമ്മൾ ആപ്ലിക് വർക്ക്, ത്രെഡ് വർക്ക് വരുന്നത്, അതുപോലെ തന്നെ സൂപ്പർ നെറ്റ് ബേസിൽ വരുന്ന സാരീസ് ഉണ്ട്. പിന്നെ ടിഷ്യൂ ഇപ്പോൾ മോസ്റ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ടിഷ്യൂവിൽ നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ഇപ്പോൾ ചന്തേരി ബേസിൽ ടിഷ്യൂ, കോട്ട ടിഷ്യൂ, അങ്ങനെ ഒരുപാട് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് എടുത്തിട്ട് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ പ്രീമിയം സെക്ഷനിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്.